പ്രിയങ്ക വീണ്ടും സംസാരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറച്ചു മലയാളം അറിയാം. No more than this. ഇതിൽ കൂടുതൽ എനിക്കറിയില്ല. More I will come back and learn after the election. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്ന് കൂടുതൽ മലയാളം പഠിക്കാം. I just want to say today is the last day of the campaign. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് പ്രചരണത്തിന്റെ അവസാനത്തെ ദിവസമാണ്. I have been campaigning for elections for 35 years. 35 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇലക്ഷൻ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And I want to tell you that this is the happiest, most beautiful campaign I have ever been part of. നിങ്ങളോട് പറയട്ടെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും മനോഹരമായ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതാണെന്നാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You have given me too much love. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. Everywhere I have been, to every household, on the streets, every single place I have been, you have received me with love, with affection. You have treated me like a daughter, like a sister, like a mother. And I am really deeply grateful to you for this. ഞാൻ എവിടെ പോകുമ്പോഴും, അത് റോഡ് അരികിലാകട്ടെ, വീട്ടിലാകട്ടെ, നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ അമ്മയായി, സഹോദരിയായി, നിങ്ങളുടെ മകളായാണ് നിങ്ങൾ കാണുന്നത്. അതിന് നിങ്ങളോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. Every morning I start very early and I finish late at night, but I never feel tired because of the love you are giving me. എല്ലാ ദിവസവും ഞാൻ വളരെ നേരത്തെ രാവിലെ പ്രചരണം ആരംഭിക്കും. തിരിച്ച് വീട്ടിലെത്തുന്നത് രാത്രി ഒരുപാട് വൈകിയാണ്. പക്ഷേ നിങ്ങൾ തരുന്ന സ്നേഹം കാരണം എനിക്ക് ഒരിക്കൽ പോലും ക്ഷീണം തോന്നിയിട്ടില്ല. So for me, it will be the greatest honor to represent you in Parliament. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവായി ഞാൻ കണക്കാക്കും. I have travelled across Wayanad constituency. I've been this side, down the lower side, upper side, all sides of the constituency. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലം മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത്, മുകളിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. And I have tried to understand from all of you what your problems are. I have met farmers, banana farmers, rubber farmers, homestay owners, owners of small businesses like the ones I see here, shopkeepers. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർഷകരെ കണ്ടു, വാഴ കൃഷി നടത്തുന്നവരെ കണ്ടു, റബ്ബർ കൃഷി നടത്തുന്നവരെ കണ്ടു, ഹോം സ്റ്റേ നടത്തുന്നവരെ കണ്ടു, അതുപോലെ ഇതുപോലെയുള്ള പല ചെറുകിട കച്ചവടക്കാരെയും ഞാൻ കണ്ടു. I have met young women trying to make a life for themselves, young men educated looking for employment opportunities. സ്വന്തം ജീവനോപാധിയുമായി മുൻപോട്ട് പോകുന്ന ചെറുപ്പക്കാരായ സ്ത്രീകളെ ഞാൻ കണ്ടു, ചെറുപ്പക്കാരായ വിദ്യാസമ്പന്നരായ ആൺകുട്ടികളെ ഞാൻ കണ്ടു. Young soccer players playing with great motivation. വളരെയധികം ഊർജ്ജത്തോടുകൂടി, പ്രചോദനത്തോടുകൂടി കളിക്കുന്ന ചെറുപ്പക്കാരായ ഫുട്ബോൾ കളിക്കാരെ ഞാൻ കണ്ടു. And every single person I have met has inspired me in some way or other. ഇവിടെ ഈ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടുള്ള ഓരോ വ്യക്തിയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I believe that all of you represent the most beautiful part of our country. നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യ എന്ന രാജ്യത്ത് ഏറ്റവും മനോഹരമായത് എന്താണോ അതിനെ നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Now you have given me so much.
you have stood by my brother Rahul at a time that was most difficult for him. നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ എന്റെ സഹോദരൻ രാഹുലിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് കൂടെ നിന്നിട്ടുണ്ട്. And I am his sister, so I know how sad he is to leave Wayanad. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. എനിക്ക് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം ഉപേക്ഷിച്ചു പോകാൻ വിഷമമുണ്ടെന്ന് അറിയാം. But I